അഖിൽ മാരാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് അഖിൽ മാരാർ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ശക്തമായ 2 ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതായത് ഭാവിയിൽ VD സതീശൻ മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്താമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ, അഖിൽമാരാരെ തള്ളിക്കളയാം, അഖിൽമാരാർ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഗ്രൂപ്പ് ഓൾറെഡി കോൺഗ്രസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരിക്കലും, കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ സംഭവിക്കില്ല. ഇപ്പം പിന്നെ ഗ്രൂപ്പിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കേരളത്തിനൊരു കോൺഗ്രസ് പാർട്ടി ഉണ്ടാവണോ എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഒരുപാട് ഗ്രൂപ്പ് അല്ലേ. ഇപ്പം A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, ഇനി ഇത് കൂടാതെ സതീശൻ ഗ്രൂപ്പ്, ഈ A ഗ്രൂപ്പും I ഗ്രൂപ്പും ഉണ്ട്. ഇതിലൊക്കെ പെടുന്നവരാണ് ഇവരൊക്കെ തമ്മിലെങ്കിലും ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് കൂടെ വരും, KC ഗ്രൂപ്പ്, ചെന്നിത്തല ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുകയാണ് ഈ ഗ്രൂപ്പ് സംവിധാനം. ഈ ഗ്രൂപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കള്ളക്കളി കളിക്കുന്ന മുഴുവൻ. അപ്പം ഇപ്പൊ ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നതുണ്ട്, ഞങ്ങളുടെ ഞങ്ങൾ തോറ്റുപോയതിനൊന്ന് വിഷമിക്കാനുള്ള സമയം താ എൻ്റെ കൊങ്ങികളെ എന്നും പറഞ്ഞുകൊണ്ട് CPM ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചിരിക്കേണ്ടി വരും. കാര്യം CPM തോറ്റിരിക്കുക. CPM സംബന്ധിച്ചിടത്തോളം ഈ തോറ്റതിനൊന്ന് വിഷമിക്കണമല്ലോ, നമുക്ക് തോറ്റുപോയി, അപ്പൊ അതിനൊന്ന് വിഷമിച്ച് കുറച്ചു നേരം ഒന്ന് ഇരിക്കാം, റിലാക്സ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കാൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല. കാര്യം എന്താ, ഈ ഗ്രൂപ്പ് വഴക്കും അടിയും പിടിയും തമ്മിലടിയും കണ്ടിട്ട്, ഈ പോസ്റ്റർ യുദ്ധം കണ്ടിട്ട് എല്ലാവരും ഈ CPM ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ ചിരി മാറ്റിട്ട് വേണ്ട ഇനി വിഷമിക്കാൻ. അപ്പോഴത്തേക്ക് ഇനി എന്താവും എന്നുള്ള കാര്യം അറിയത്തില്ല. CPM സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ധർമ്മസങ്കടം വിഷമിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി VD സതീശനെ സംബന്ധിച്ചിടത്തോളം, VD സതീശന് MLA-മാരിൽ നിന്ന് അകന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ MLA-മാരിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ഒരു സംഘം സതീശനെ പിന്തുണച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം VD സതീശന്റെ അത്ര വരുത്തില്ലെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറച്ച് ടീമുകളുണ്ട്. KC വേണുഗോപാലിന്റെ ദേശീയ തലത്തിലും കേരളത്തിൽ ഒരു വിഭാഗവും, അതായത് വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗവും KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 3 നേതാക്കന്മാർക്കും അവരെ അനുകൂലിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചെന്നിത്തല എനിക്ക് 10 പേരെ കണ്ടുള്ളതെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പേരാണ് ചെന്നിത്തലയുടെ കൂടെ ഉള്ളത്. ബാക്കി സതീശന്റെ കൂടെ ഒക്കെ നല്ല ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അവര് തിരുവനന്തപുരത്താവട്ടെ, എറണാകുളത്താവട്ടെ, എല്ലായിടത്തും അവരും ഈ പറയുന്ന പോലെ പ്ലക്കാർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരമുഖത്താണ്. എന്തിനാ സമരം എന്ന് ചോദിച്ചാൽ എന്താ, മുഖ്യമന്ത്രിയാകാൻ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് കേരളത്തിലെ സർക്കാർ അഴിമതി നിറഞ്ഞ സർക്കാരിനെതിരായിട്ട് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയൊന്നും അല്ല ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പാവപ്പെട്ട ആഭ്യന്തര വകുപ്പിൽപ്പെട്ട കുറെ ഉദ്യോഗസ്ഥർ, പോലീസുകാർ കാവൽ നിൽക്കുകയും വേണം. കാര്യം CPM വന്ന് അലമ്പാക്കുമെന്നുള്ളതല്ല അവരുടെ പേടി. ഇവിടെ കോൺഗ്രസ്സുകാരിലെ എതിർകക്ഷി വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ VD സതീശന്റെ ആൾക്കാർ വരുമ്പോൾ KCയുടെ പക്ഷക്കാർ കയറി തല്ലുണ്ടാക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർ തമ്മി തല്ലി ചാവാനിരിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇന്ന് കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അഖിൽമാരാര് പറയുന്ന പോലെ VD സതീശൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ, ഉണ്ടാക്കിയാൽ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് മാറ്റി നിർത്തണ്ട, ഈ ഉടനെയൊന്നും ഉണ്ടാകില്ല. അതായത് ഇപ്പൊ ഈ മുഖ്യമന്ത്രി ആക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേ VD സതീശൻ മാറി പുതിയൊരു പാർട്ടി പ്രഖ്യാപിക്കുകയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. തന്നെയുമല്ല, VD സതീശൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് VD സതീശൻ മാറി നിൽക്കുകയാണെങ്കിൽ VD സതീശനെ ഇത്രയും നാള് മുദ്രാവാക്യം KJ വിളിച്ചുണ്ടായിരുന്നവരാരും VD സതീശന്റെ പിന്നാലെ പോകാൻ സാധ്യതയില്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സതീശൻ ഈ പറയുന്ന പുറത്തിറങ്ങി കിടന്നുകൊണ്ട് സമരം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് ഇവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നത് തെറ്റിദ്ധാരണയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം, അതായത് ഈ സമരത്തിന് ഇറങ്ങുന്നത് വെറുതെ അല്ല, അവർക്ക് പൈസ കൊടുത്തിട്ട് സമരത്തിന് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പണത്തിന്റെ ഇത് മാറിക്കഴിയുമ്പോഴേക്ക് അവരെന്ത് ചെയ്യും? അവരത് വിട്ടുപോകും. അത് സതീശന്റെ കൂടെ നിൽക്കണമെന്നില്ല. KCക്കാർ കൊണ്ടുവന്ന് വേണ്ട കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് KCയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പൊ അടുത്തിടെ കുറെ സാധനങ്ങൾ പുറത്തേക്ക് വരുന്നില്ല, അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പം JDSന്റെ നേതാവായിട്ട് കൂടിക്കാഴ്ച. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? ഫണ്ടിങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ അദാനിയുടെ കിഷോർ ആലുവ എന്ന് പറയുന്ന ഒരാളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് മറ്റുമാണ്. എങ്ങനെയാണ്, എന്തിനാണ് പുള്ളിക്കാരനായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്? എന്ത് കാര്യത്തിനാണ്? പുള്ളിയായിട്ട് എന്ത് പൊളിറ്റിക്സ് സംസാരിക്കാനുള്ളത്? സതീശനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ എന്ത് പൊളിറ്റിക്സ് സംസാരിക്കാനുണ്ട്? ഒന്നും സംസാരിക്കാനില്ല. ദെൻ വൈ എന്തിനാ അവരുമായിട്ടാണ് കൂടിക്കാഴ്ച VD സതീശൻ നടത്തുന്നത്? അപ്പോൾ ഫണ്ടിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ KC വേണുഗോപാൽ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അടുത്ത ആരോപണം ഫണ്ടിങ് നടന്നിട്ടുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിട്ടിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അത് അസംഭവ്യമായ കാര്യമാണ്. ഉടനെ ഒന്നും സാധിക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ വി ഡി സതീശനെ കൈയൊഴിഞ്ഞുകൊണ്ട് സതീശൻ ഒറ്റയ്ക്കായിരിക്കും പിന്നെ പോകേണ്ടി വരുന്നത്. പണ്ട് നമുക്കറിയാം കേരളത്തിൽ ഇതുപോലെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡർ സ്വന്തമായി പുറത്തേക്ക് ഇറങ്ങി പാർട്ടി രൂപീകരിച്ചു. DIC, ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ്. ഈ പറയുന്ന നമ്മുടെ ഇയാൾ ഉൾപ്പെടെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കാളികളായിരുന്നു. അപ്പം ഇത് മാറിയിട്ട് ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ DIC എന്ന് പറയുന്ന പാർട്ടി പൊളിഞ്ഞ് പാളീസായി പോയി. കരുണാകരൻ അപ്രസക്തനായി മാറി. കെ മുരളീധരന് പിന്നെ എവിടെയെങ്കിലും ചാരി നിൽക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നു. അതേസമയം പിന്നെ പത്മജ വേണുഗോപാൽ മകൾ അന്നും ഈ കരുണാകരന്റെ പിന്നാലെ പോയിട്ടൊന്നുമില്ല. പത്മജ ആ സമയത്തും കോൺഗ്രസിനുള്ളിൽ അടിയുറച്ചു ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ്. പുറത്തേക്ക് പോയി പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് പറയുന്ന വി ഡി സതീശൻ ഇന്ന് കിട്ടിയിരിക്കുന്ന പ്രാധാന്യമൊന്നും ഇനി കിട്ടാനൊന്നും പോകുന്നൊന്നുമില്ല. ഇന്ന് കിട്ടിയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലാണ്. അദ്ദേഹം ഈ കോൺഗ്രസിനെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അഖിൽമാരാർ പറയുന്നത് എന്താ? അഖിൽമാരാർ പറയുന്നത് ഇങ്ങനെ ഒരു രൂപീകരിച്ച് പുറത്തേക്ക് വന്ന് അത് NDAക്ക് ഗുണകരമായി NDA അടുത്ത വർഷം അല്ലെങ്കിൽ 2031 ആകുമ്പോഴേക്ക് NDA അധികാരത്തിലേക്ക് വരും. അത് മിഥ്യാധാരണയാണ്. അഖിൽമാരാർ ആ പറയുന്നതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല. പിന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ ഇപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരത്തിന് നിൽക്കത്തില്ല. നിലവിൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ MLA സ്ഥാനത്ത് മാത്രം വി ഡി സതീശൻ തുടരും. അത് തുടർന്നേ പറ്റുകയുള്ളൂ. കാര്യം അവിടെ ഏകദേശം 10,20,000-ഓളം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പറവൂരുകാർ വി ഡി സതീശനെ വീണ്ടും ജയിപ്പിച്ചത്. അപ്പം വീണ്ടും ജയിപ്പിച്ച സാഹചര്യത്തിൽ ആ ജനങ്ങളോട് കാണിക്കേണ്ട മിനിമം മര്യാദ വി ഡി സതീശൻ പുലർത്തിയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അവിടെ നിന്നേ പറ്റൂ. ഇനി തന്നെയുമല്ല, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണ സതീശനുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ലീഗിന്റെ പിന്തുണയും ഘടകകക്ഷികൾ ബാക്കിയുള്ള RSPയുടെ അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ ഇവരുടെ എല്ലാവരുടെയും പിന്തുണയും ഈ പറയുന്ന വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ KC വേണുഗോപാൽ ഇവിടെ വന്ന് ഈ വിജയത്തെ ഹൈജാക്ക് ചെയ്ത് തൻ്റെതാക്കാൻ ശ്രമിക്കുക. ഈ ഒരു പിണ്ണാക്കും ചെയ്തിട്ടില്ല ഈ KC വേണുഗോപാൽ, ഒന്നും ചെയ്തിട്ടില്ല. വി ഡി സതീശനാണ് ശരിക്കും പണിയെടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ചെന്നിത്തലയാണെങ്കിലും KC ആണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സതീശന് ഇതിനകത്ത് തുടർന്നേ പറ്റൂ, തുടരുകയും വേണം. വി ഡി സതീശന് ഈ പറയുന്ന പോലെ എന്തായാലും ഇനി മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു പോസ്റ്റിലും അദ്ദേഹം ഇരിക്കാൻ സാധ്യതയില്ല. പാർട്ടി ഉണ്ടാക്കി അങ്ങനെ പോവുകയോ അത് NDAക്ക് വളരാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കുകയോ ഒക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വി ഡി സതീശന്റെ ചില നിലപാടുകൾ NDAക്ക് വഴി ഒരുക്കും എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നേടിയിരിക്കുന്ന 3 സീറ്റുകൾ പലയിടങ്ങളിലും BJPയിൽ നിന്നും കൊഴിഞ്ഞുപോയ വോട്ടുകളുടെ എണ്ണം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ CPM-ഉം BJPയും ഡീൽ എന്ന് പറഞ്ഞ വി ഡി സതീശന് തെറ്റുപറ്റി. അതായത് വി ഡി സതീശൻ BJPയുമായിട്ട് ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് CPM-ന്റെ തലയിലേക്ക് ചാരാൻ ശ്രമിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ NDAയിലേക്കോ അല്ലെങ്കിൽ പോകുന്ന കാര്യം ഈ സമീപ ഭാവിയിൽ നടക്കില്ല. ഒരു പക്ഷേ ഭാവിയിൽ അങ്ങനെ ഒരു നീക്കം സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും നമ്മളതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്.